ചേട്ടൻ ഈ അഭിമുഖങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്തുകൊണ്ടായിരുന്നു? കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ ഈ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊമോഷൻ പടത്തിന്റെ ഇതുപോലെ ഇപ്പൊ പ്രസ് മീറ്റ് ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞ ഈ ഒറ്റക്കുള്ള ഇന്റർവ്യൂസ് ഉണ്ടല്ലോ, കാരണം അന്ന് ഞാൻ ഉടലിന്റെ പ്രൊമോഷന് വേണ്ടി വന്നപ്പോഴാണ് ഞാൻ അന്ന് ഇന്ദ്രൻ ചേട്ടനും ഇല്ല, ദുർഗയും ഇല്ല. അപ്പൊ അന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഒറ്റപ്പെട്ടു പോയപ്പോ 10-20 ഇന്റർവ്യൂ ഒരുമിച്ച് ഒറ്റയടിക്ക് നമ്മള് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇനി മുന്നോട്ട് വരുമ്പോ എന്ന് വെച്ചാൽ എനിക്കും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരേ സാധനങ്ങൾ പറയേണ്ടി വരിക. പിന്നെ ആവശ്യമില്ലാതെ വീട്ടുകാര് അച്ഛനേട്ടൻ ഇവരുടെ കഥകൾ പറയാം. അതല്ലല്ലോ നമ്മുടെ പേർപ്പസ്, അതല്ലല്ലോ. നമ്മൾ വരുന്നത് ബേസിക്കലി നമ്മുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ. സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. നമ്മളൊരു ഇതുവരെ പറയാം. പക്ഷെ പിന്നീട് അങ്ങോട്ടൊന്നും ഇനി പറയാൻ എനിക്ക് കഥകളില്ല. കഴിഞ്ഞു, സ്റ്റോക്ക് ഔട്ടായി. എന്റെ കയ്യിലുള്ള കഥകളൊക്കെ തീർന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റക്കുള്ള ഇന്റർവ്യൂസ് ഞാൻ മാക്സിമം കുറയ്ക്കാന്ന്